നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് മോഡലിലുള്ള ഐഫോൺ ആയിക്കോട്ടെ, നമ്മളുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് നമ്മുടെ ഡിവൈസുകളെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളില്ല. കാരണം കൂടുതൽ ആളുകളും ഐഫോൺ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൾ ലോഗോനെ അല്ലെങ്കിൽ ആപ്പിൾ പ്രോഡക്റ്റുകളെ അവരുടെ ഒരു പ്രൈഡായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഷോക്കേസ് ചെയ്യാനുള്ള വെറും ഒരു വസ്തുവായിട്ട് മാത്രമാണ് കൂടുതൽ ആളുകളും അതിനെ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്നതിൻ്റെ പുറകിലുള്ള റീസൺ എന്ന് വേണമെങ്കിൽ നമുക്കൊരു പരിധിവരെ പറയാൻ സാധിക്കും. കാരണം അങ്ങനെയുള്ളവരാണ് വാങ്ങുന്ന ഡിവൈസിനെ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിന് പകരം അതിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ബഗ്ഗുകൾ അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്തിലുണ്ടാകുന്ന ഡ്രോപ്പിനെയൊക്കെ വലിയൊരു പ്രോബ്ലമായിട്ടും അല്ലെങ്കിൽ വലിയൊരു പരാതിയായിട്ടും കൊണ്ടു നടക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആപ്പിൾ യൂസർ ആണ് നിങ്ങളെങ്കിൽ മാറേണ്ട സമയം അതിക്രമിച്ചു. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതാനും ചില ആപ്ലിക്കേഷൻസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. iOS 18 വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് പാർട്ടി ആൻഡ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നേരത്തെ നമുക്ക് പല വിജിറ്റുകൾ നമുക്കിവിടെ യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഈ വിജിറ്റ് പോലെ തന്നെ നമുക്ക് ഇപ്പം കൺട്രോളുകൾ നമ്മുടെ ഡിവൈസിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഗ്രോപാൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നമ്മളുടെ ഡിവൈസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷന് കൺട്രോൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ കൺട്രോൾ സെൻറ്ററിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ഈ കൺട്രോളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷനിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണാം ഗ്രോപാലിനകത്ത് കുറേയധികം കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് പാർട്ടി ആൻഡ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് കൺട്രോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ആഡ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ഇതിലെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഗ്രോപാലാണ്. നിങ്ങളൊരു ആപ്പിൾ വാച്ച് യൂസർ ആണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഗ്രോപാൽ. കാരണം നമുക്ക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളുടെ ഹെൽത്ത് ഡേറ്റ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഇതിൽ സ്ലീപ്പ്, ഫിസിക്കൽ എഫേർട്ട്, സ്റ്റെപ്സ്, ഇങ്ങനെയുള്ള കുറേ ഡേറ്റാസ്, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ വിഷ്വലൈസേഷനാണ്. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെപ്പറ്റി തന്നെയുള്ള നിങ്ങളുടെ വൈറ്റൽസിനെ പറ്റിയുള്ള കൂടുതൽ ഡേറ്റ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തരാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഗ്രോപാൽ. സോ ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീ വേർഷനിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഗ്രോപാൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ ടാപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ടുഡേ, ബോഡി, ചാലഞ്ചസ്, ഇൻസൈറ്റ് ആൻഡ് സെറ്റിംഗ്സ്. ഇതിൻ്റെ ടുഡേ വ്യൂവിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങൾ എത്രത്തോളം പെർസെൻറ്റേജ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ആദ്യം തന്നെ ഉള്ളത് സ്റ്റെപ്സ് ആണ്. സോ നമ്മൾ ഒരു ദിവസം എടുക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന സ്റ്റെപ്പുകളാണ് അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നത്. അതിൻ്റെ വിഷ്വൽ ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ദിവസത്തെയും നമ്മളുടെ സ്റ്റെപ്പ് ഗോളും അതോടൊപ്പം തന്നെ ഇത്രയും സ്റ്റെപ്പ് നടക്കുമ്പം എത്ര കലോറീസ് ബേൺ ചെയ്തിട്ടുണ്ട്, എത്ര ഡിസ്റ്റൻസ് നിങ്ങൾ നടന്നിട്ടുണ്ട്, അങ്ങനെയുള്ള സകല ഡേറ്റയും മന്ത്ലി വ്യൂ ഉണ്ട്, ഇയർലി വ്യൂ ഉണ്ട്, അങ്ങനെയുള്ള സകല ഡേറ്റാസും നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ് സ്ലീപ്പ് ട്രാക്കിങ് അടിപൊളിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആപ്പിൾ വാച്ച് യൂസർ എന്ന നിലയിൽ മെയിനായിട്ടും ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സ്ലീപ്പ് ട്രാക്കിങ്. കാരണം നമുക്ക് ഡെയിലി ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്നത്. കാരണം സ്ലീപ്പിൽ 4 സ്റ്റേജസ് ആണുള്ളത്: ഡീപ്പ്, കോർ, റെം, എവേക്ക്. അപ്പോൾ അതൊക്കെ ഇപ്പം ഇവിടെ നിങ്ങൾ കാണാം എൻ്റെ ടോട്ടൽ സ്ലീപ്പ് എന്ന് പറയുന്നത് 5 hours 39 minutes ആണ്. അതിൽ ഡീപ്പ് സ്ലീപ്പ് എത്ര നേരം ഉണ്ടായിരുന്നു, കോർ സ്ലീപ്പിൽ എത്ര നേരം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹാർട്ട് റേറ്റ് കാണാം, ഏതൊക്കെ ടൈമുകളിൽ വേരിയേഷൻസ് സംഭവിക്കുന്നു, എങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു സ്ലീപ്പ് ഡേറ്റയിൽ നിന്ന് കിട്ടും. അതുപോലെ വീക്ക് ആൻഡ് മന്ത് ഡേറ്റ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ബോഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതിൽ നമ്മളുടെ സ്ട്രെസ്സ്, നമ്മുടെ ഇമോഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ വേർഷനിലാണെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമ്മളുടെ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റി അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇമോഷനാണോ ഉണ്ടാകുന്നത്, ഇത് ട്രാക്ക് ചെയ്യുന്നത് HRV എന്ന് പറയുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ടാണ്. ഈ HRV എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റിയാണ്. സോ അതിൻ്റെ ഡേറ്റയൊക്കെ സകലതും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മളുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും അതെങ്ങനെയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇൻസൈറ്റാണ്. ഇത് യൂസേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചറാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിസിക്സ് നല്ലതാണ്. ആൻഡ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മന്ത്ലി സ്റ്റാറ്റൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ഒക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ വിജിറ്റ്, ലോക്ക് സ്ക്രീൻ വിജിറ്റ്, കൺട്രോൾ വിജിറ്റ്, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അതായത് ഇതിൽ പെയ്ഡായിട്ടും
ഫ്രീ ആയിട്ടുള്ള ഫിജിറ്റുകളുണ്ട്. സോ ഇതിൽ ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ് ഓപ്ഷൻസിൽ ഇത് രണ്ടും അവൈലബിൾ ആണ്. ഇതിൽ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഷെയർ ഷോട്ട്. നിങ്ങൾ കൂടുതൽ സ്ക്രീൻഷോട്ടുകളൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കിടിലൻ ലുക്കിൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫ്രെയിം, ഐഫോണിൻ്റെ ഫ്രെയിമൊക്കെ വെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രേഡിയൻ കളറോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഈ ഒരു ഷെയർ ഷോട്ട്. ഇതിനൊരു കൺട്രോൾ ഞാനിപ്പോൾ കൺട്രോൾ സെൻറ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന കൺട്രോൾ. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ഇതിലേക്കാണ്, സ്ക്രീൻഷോട്ടിൻ്റെ ആപ്ലിക്കേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്ക്രീൻഷോട്ടുകളൊക്കെ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ, അതാണ് ഏറ്റവും ടോപ്പിലുള്ള. ഈ ആസ്പെക്ട് റേഷ്യോ അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ഷെയർ ഓപ്ഷൻ ഉണ്ട്. ആ ഷെയർ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കിവിടെ ക്വാളിറ്റി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 100% തന്നെ ഹൈ ക്വാളിറ്റിയാണ്. 50% താഴുമ്പോൾ ആ ക്വാളിറ്റി അല്ലെങ്കിൽ റെസൊല്യൂഷൻ ചെറുതായിട്ട് കുറയും. ഇനി അത് 25% പോകുമ്പോൾ വീണ്ടും ആ റെസൊല്യൂഷൻ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോട്ടോസ് ആപ്പിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സ്ക്രീൻഷോട്ട് ഈ ഒരു രീതിയിലല്ലാതെ സ്ക്രീൻഷോട്ടിൻ്റെ ഓവറോൾ ലുക്കിനെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് പ്രിറ്റി. നിങ്ങൾക്ക് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ 3 ഓപ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. കോർണേഴ്സ്, പാഡിങ്, ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സ്ലൈഡറിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പാഡിങ് ഇഷ്ടമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡ് എഡ്ജസ് അല്ലെങ്കിൽ ബോർഡേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ കൂട്ടാൻ സാധിക്കും. ആൻഡ് കോർണേഴ്സ് നമുക്ക് കർവ് ആക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷാർപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് അടിപൊളി സ്ക്രീൻഷോട്ടായിട്ട് ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. വലിയ മെനക്കേടോ ഒന്നുമില്ല. ഇതിലെ 4ാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പാർസലുകൾ. നിങ്ങൾക്ക് കൊറിയർ, പാർസൽ ഇതൊക്കെ നിങ്ങൾ ഫ്രീക്വൻ്റ്ലി വരുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ പാർസൽ സർവീസിൽ നിന്നുള്ള പാർസലുകളോ അല്ലെങ്കിൽ കൊറിയേഴ്സ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ അടിപൊളിയായിട്ട് പറ്റുന്ന ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ് ആഫ്റ്റർ ഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പാർസലുകൾ അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന് ഏറ്റവും ടോപ്പിൽ നമുക്ക് ഓള് ഷിപ്പിംഗ്, ടു ബി ഷിപ്ഡ് ആൻഡ് ഡെലിവേർഡ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വരുന്ന പാർസൽ ഏതാണ്, എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്കൊരു ടൈറ്റിൽ നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. സോണി അയച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഡേറ്റയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ആ പാർസൽ എവിടം വരെയായി അങ്ങനെയുള്ള സകല ട്രാക്കിങ്ങും അല്ലെങ്കിൽ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ആൻഡ് ഇതിനകത്തൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ റൂട്ട് മാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എവിടെ നിന്നാണ് ഈ പാർസൽ വരുന്നത്, അങ്ങനെയുള്ള സകല ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇനി ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷിപ്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് മാർക്ക് ആസ് ഡെലിവേർഡ്, ഇത് ഡെലിവേർഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷനും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിലെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോ. നമുക്കറിയാം സിനിമ ഇവൻറ്റുകളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ബുക്ക് മൈ ഷോ. അതിന് ബദലായിട്ട് സൊമാറ്റോ ഇന്ത്യയിൽ അവതരിപ്പിച്ച പുതിയൊരു ആപ്ലിക്കേഷനാണ് ഡിസ്ട്രിക്റ്റ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇനി മുതൽ സിനിമകൾ, ഇവൻറ്റുകൾ, എന്ത് കാര്യങ്ങളും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഞാൻ കോട്ടയത്താണുള്ളത്. പക്ഷേ കോട്ടയത്ത് ഇതുവരെ എനിക്ക് തോന്നുന്നത് കോട്ടയത്തെ തിയേറ്റേഴ്സ് ഈ ഒരു ഡിസ്ട്രിക്റ്റ് എനേബിൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇവൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഏറ്റവും മുകളിൽ നമുക്ക് സിനിമാസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ട്രിവാൻഡ്രം വരെ പോയപ്പം അവിടെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചൊരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതാണ് വാളറ്റിൽ കാണാൻ സാധിക്കുന്നത്. ബുക്ക് മൈ ഷോ ഉണ്ട്. അതിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു രീതിയിൽ നമുക്കിത് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിലെ അടുത്ത ആപ്ലിക്കേഷനാണ് യൂസേജ് ഒരു ഫ്രീ ആൻഡ് പെയ്ഡ് ആപ്ലിക്കേഷനാണ്. കാരണം ഇതിൻ്റെ ഫ്രീ വേർഷനിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനും സാധിക്കും. നമ്മുടെ ഡിവൈസിൻ്റെ ടോട്ടൽ സ്റ്റോറേജ് എത്രയാണ്, അത് എത്ര പെർസെൻറ്റേജ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷനാണ്. 43%. മെമ്മറി നമുക്കറിയാം 8 GB റാമാണ് ഐഫോൺ 16 പ്രോയിലുള്ളത്. ഈ ഒരു 8 GB റാമിൽ ഡിവൈസ് കറൻ്റ്ലി യൂസ് ചെയ്യുന്ന എത്ര GB റാമാണ്, അതുപോലെ തന്നെ ആക്റ്റീവ് എത്രയാണ്, വയേർഡ് എത്രയാണ്, ബാറ്ററി പെർസെൻറ്റേജ്, ഡിവൈസിന് എത്ര കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡിവൈസ് റൺ ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ഏതാണ്, എത്ര ദിവസമായി നമ്മൾ ലാസ്റ്റ് റീസ്റ്റാർട്ടിന് ശേഷം ഡിവൈസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഈ യൂസേജ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലഭിക്കുന്നതാണ്. ഇതിന് ഒരു മാക് വേർഷനും കൂടെ ഉണ്ട്. അത് മാക് വേർഷനും അടിപൊളിയാണ് യൂസേജ്. ഇതിൻ്റെ ഫ്രീ വേർഷനിൽ ലഭിക്കുന്ന മിക്ക കാര്യങ്ങളും നമുക്ക് അവിടെ ലഭിക്കും. പക്ഷേ മാക് വേർഷനിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ഇൻഫർമേഷൻസ് അത് അപ്ഡേറ്റ് ചെയ്യുന്ന ടൈം ഒരു 10 സെക്കൻഡ് ഡിലേ ആണ് ഫ്രീ ആയിട്ട് വരുന്ന വേർഷനിൽ. പെയ്ഡ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.
പക്ഷേ കുഴപ്പമില്ലാത്ത ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് യൂസേജ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ മാസത്തെ ഏതാനും ചില ആപ്ലിക്കേഷൻസ്. ഇതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസും കാര്യങ്ങളുണ്ട്, മറ്റ് വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Until then, peace.